യമൻ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് ജെറുസലേം അടക്കം ഇസ്രയേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. സൈറണുകൾ മുഴക്കി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുവരുന്നു. ഭീഷണി തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുവെന്ന് ഇസ്രയേൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസവും യമൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തയാഴ്ച ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസ, ഇറാൻ വിഷയത്തിൽ സുപ്രധാന ചർച്ചകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തയാഴ്ച വാഷിംഗ്ടണിലെത്തും. ഇറാനെതിരായ ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. ഇറാനുമായി അമേരിക്കയുടെ ചർച്ചകൾ അവസാനിച്ചതോടെയാണ് നെതന്യാഹു അമേരിക്കയിലെത്തുന്നത്. ഇസ്രയേൽ ആക്രമിച്ച എവിൻ തടവറ ഇറാൻ പുതിയ ആയുധമാക്കുകയാണ്. തടവറയിൽ ചാരപ്രവർത്തനത്തിന് പിടിയിലായ മൊസാദ് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്താനാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.